ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 29. അമൃതാഹരണവും അസുരനിഗ്രഹവും. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരൽസു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദിതഥദേവ ഭവൽ പ്രഭാവാദുദ്യൽ സ്വയൂധ്യ കലഹാദിദിജാ ബഭൂവു. സമുദ്രത്തിൽ നിന്നുയർന്നു വരുന്ന അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അസുരന്മാർ അമൃതം അപഹരിച്ചെടുത്തപ്പോൾ അശരണരായിത്തീർന്ന ദേവന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് അങ്ങ് ഉടനെ തിരോധാനം ചെയ്തു. ഹേ ദേവ, അങ്ങയുടെ പ്രഭാവാതിശയത്താൽ അസുരന്മാർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ശ്യാമാം രുജാഭിവയസാഭി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാൻ ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയുയുസ്തു ദുരോജകുംഭേ. അങ്ങപ്പോൾ മനോഹരിയും ഉയർന്ന കുജകുംഭങ്ങളുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞവളുമായ ഒരു യുവതിയുടെ രൂപം പ്രാപിച്ചു. അപ്പോൾ അസുരന്മാരെല്ലാം അമൃതകലശത്തിനുള്ള പരസ്പര കലഹമുപേക്ഷിച്ച് മോഹിനി രൂപധാരിയായ അങ്ങയുടെ കുജകലശത്തിൽ കുതിപൂണ്ട് അരികിൽ വന്നു. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുതാമിമാമീത്യാരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഈത്യാലപന്നഭിസു വിശ്വസിതാനതാനി. ഹേ മൃഗലോചനെ, നീ ആരാണ്? ഈ അമൃതം ഞങ്ങൾക്ക് തുല്യമായി ഭാഗിച്ചു തരിക എന്നപേക്ഷിച്ച അനുരാഗവിവശരായി അടുത്തു വന്ന അസുരന്മാരോട് അങ്ങ്, ഹേ അസുരന്മാരെ, ഒരു കുലടയായ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നു പറഞ്ഞുവെങ്കിലും രാഗാഭിനയത്താൽ അവരെ വിശ്വാസമുള്ളവരാക്കി മാറ്റി. മോദാൽ സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാ ലീലാവിലാസഗതിഭി സമദാസുതാം ത്വാം. അസുരന്മാർ സന്തോഷപൂർവം അമൃതകുംഭം ഏൽപ്പിച്ചപ്പോൾ അങ്ങ് എൻ്റെ തെറ്റായ പ്രവൃത്തികളെപ്പോലും സഹിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പങ്ക്തികളിൽ ഇരുത്തപ്പെട്ട ദേവാസുരന്മാരുടെ ഇടയിലൂടെ ലീലാവിലാസങ്ങളോടെ നടക്കുകയും ആ ദിവ്യ അമൃതം ദേവന്മാർക്കു മാത്രം വിളമ്പുകയും ചെയ്തു. അസ്മാസിയം പ്രണയിനീത്യ സുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വദസമാപ്യ സുതാൻ സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യാ സ്വർഭാനുമർദ്ധ പരിപീതസുതം വെലാവി. ഇവൾ നമ്മുടെ പ്രണയിനിയാണെന്നു ചിന്തിച്ച അസുരന്മാർ മിണ്ടാതെ കാത്തിരുന്നപ്പോൾ ഭക്തജന വശംവദനായ അങ്ങ് അമൃതം ദേവന്മാർക്ക് മാത്രം കൊടുത്തവസാനിപ്പിച്ചതിനു ശേഷം സ്വന്തം രൂപം ധരിച്ച് പകുതി ഭാഗം അമൃതം
പാനം ചെയ്തു കഴിഞ്ഞിരുന്ന രാഹുവിൻ്റെ ശിരച്ഛേദം ചെയ്തു. ത്വത്തസുദാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വിഹൃണ്ണൻ ഘോരേദമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി. തന്നിൽ നിന്ന് അമൃതകുംഭം അപഹരിച്ചതിനർഹമായ ഫലം ശത്രുക്കൾക്ക് കൊടുത്ത് അങ്ങ് പോയി മറഞ്ഞപ്പോൾ വിഷണ്ണരും ക്രുദ്ധരുമായി തീർന്ന അവർ ദേവന്മാരോട് യുദ്ധം ചെയ്തു. ഘോരമായ യുദ്ധം വലുതായപ്പോൾ ബലിയെന്നു പേരായ അസുരൻ തൻ്റെ മായാശക്തിയാൽ ദേവന്മാരെ മുഴുവൻ മോഹിതരാക്കി. അപ്പോൾ അങ്ങ് പ്രത്യക്ഷനായി. മോഹിനിയുടെ വിലാസചാതുരിയിൽ മനസ്സുലയിച്ച അസുരന്മാർ അമൃതിൻ്റെ കഥ തന്നെ വിസ്മരിച്ചു കളഞ്ഞു. അമൃതം ദേവന്മാർക്കു മാത്രം വിളമ്പിക്കൊടുക്കുന്നത് കാണാൻ കാമലഹരി ബാധിച്ച അവരുടെ നേത്രങ്ങൾക്കു കഴിഞ്ഞില്ല. ബുദ്ധിമാനായ രാഹു മാത്രം ദേവന്റെ വേഷം ധരിച്ച് അവരുടെ നിരയിൽ ചെന്നിരിക്കുകയും അമൃതം പകുതി ഭുജിക്കുകയും ചെയ്തു. സൂര്യനും ചന്ദ്രനും ഈ വഞ്ചന വിഷ്ണുവിനോട് പറഞ്ഞു. അങ്ങ് അവൻ്റെ ശിരസ്സു ഛേദിച്ചെങ്കിലും അമൃതിൻ്റെ മാഹാത്മ്യത്താൽ അവന് പ്രാണനാശം വന്നില്ല. ശത്രുക്കളായ സൂര്യചന്ദ്രന്മാരെ രാഹു ഗ്രസിക്കുമ്പോൾ ഗ്രഹണമനുഭവപ്പെടുന്നു. ത്വം കാലനേമി മഥമാലി മുഖാഞ്ജഗന്ധ ശക്രോ ജഘാന ബലിജാംബവലാൻ സഭാഗാൻ ശുഷ്കാർദ്രദുഷ്കരവദേന മുചൗച്ചലൂനേ ഫേനേന നാരദഗിരാനരുണോരണം തം. അങ്ങ് കാലനേമി, മാലി എന്നീ അസുരപ്രമാണികളെ നിഗ്രഹിച്ചു. പാകൻ, ബലി, ജംബൻ, വലൻ എന്നിവരെ ഇന്ദ്രനും കൊന്നു. ഉണങ്ങിയതോ നനഞ്ഞതോ ആയ വസ്തു കൊണ്ടു വധിക്കാൻ കഴിയാത്ത നമുജി എന്നു പേരായ അസുരനെ അങ്ങ് വെള്ളത്തിലെ നുര കൊണ്ട് വധിച്ചു. പിന്നീട് അങ്ങ് നാരദോപദേശമനുസരിച്ച് യുദ്ധം നിർത്തി. യോഷാവബുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ച ഗതപദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വമധോതിരോധ. അസുരന്മാരെ മോഹിതരാക്കാൻ വേണ്ടി അങ്ങ് ധരിച്ച മോഹിനി ശരീരത്തെക്കുറിച്ചു കേട്ട ശിവൻ അതു കാണാൻ കുതൂഹലം പൂണ്ട് സ്വപത്നിയായ പാർവതീദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി വൈകുണ്ഠത്തിലെത്തുകയും അങ്ങയെ സ്തുതിച്ച് തൻ്റെ അഭിമതം പറഞ്ഞറിയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങ് തിരോധാനം ചെയ്യുകയുണ്ടായി. ആരാമസീമനിജകന്തുകഘാതലീലാലോലായമാനനയനാങ്കമനീം മനോജ്ഞാം ത്വമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗസമാലിലിംഗ. പന്തടിച്ച് കളിയാടുമ്പോൾ ഇളകുന്ന കണ്ണുകളോടെ വസ്ത്രം കിഴിഞ്ഞു വീഴുന്ന ആ മനോജ്ഞിയായ കമനീമണിയെ കണ്ടപ്പോൾ കാമാരിയായ ശിവൻ പോലും കാമാന്ധനായി അങ്ങയെ ആലിംഗനം ചെയ്തു. ഭൂയോപി വിദ്രുതമതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസൽ പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. ഓടിക്കൊണ്ടിരിക്കുന്ന അവളെ വീണ്ടും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശിവന് ബീജപ്രവാഹമുണ്ടായപ്പോൾ പരമാർത്ഥജ്ഞാനം വ്യക്തമായി ദർശിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ട ശിവൻ അങ്ങയുടെ മാഹാത്മ്യം പാർവതീദേവിയെ വർണ്ണിച്ചു കേൾപ്പിച്ചു. ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പാ, എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.